മേഡം കേൾക്കണോ? കൊറേ നാളായി കണ്ടിട്ട്. വാ ഇരിക്ക്. ആ മേഡം, ഒന്നും പറയണ്ട. പിന്നെ സുഖല്ലേ മേഡം? എന്തായി പുതിയ ജോലിയൊക്കെ? ആ ജോലിയൊക്കെ റെഡിയായിട്ട് പോണു മേഡം. ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ താഴെ ഒരു ഇതുണ്ട്, GFC PRT എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. കുറച്ച് നാളായി. നമുക്ക് ആക്ച്വലി നിറയെ പേഷ്യൻസ് ഇത് ചോദിച്ചു വരുന്നുണ്ട് ആണോ? PRP GFC എന്നൊക്കെ. അപ്പൊ ഇതെന്താ പ്രൊസീജിയർ മേഡം? ഇതെന്താ സംഭവം എങ്ങനെയത്? PRP GFC എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രൊസീജിയേഴ്സ് ആണ്. ആഹാ. അതിൻ്റെ അകത്ത് നമ്മൾ സ്വന്തം ബ്ലഡ് ആണ് എടുക്കുന്നത്. അതിന് സെൻട്രിഫ്യൂജ് ചെയ്യും. ഓക്കെ. അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന പാർട്ടാണ് നമ്മൾ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ. PRPയിൽ നമുക്ക് സ്പ്ലിറ്റ് ആയി വരുന്ന പ്രോട്ടീൻസും പ്ലേറ്റ്ലെറ്റ്സും ആണ് വരുന്നത്. ആഹാ. പക്ഷെ GFCയിൽ നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ അകത്ത് തന്നെയുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സും കൂടി സ്പ്ലിറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ പാർട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാം. ഓ, ഇഞ്ചക്ഷൻ ചെയ്യണമല്ലേ മേഡം? എന്താണെന്നറിയോ, എനിക്ക് പൊതുവേ ഇഞ്ചക്ഷൻ ഇത്തിരി പേടി കൊണ്ട് കൊടുക്കലാണ്. അപ്പൊ ഈ സ്കാൽപ്പിൽ ഇഞ്ചക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ പെയിൻഫുൾ ആയിരിക്കുമോ? എങ്ങനെയാണ്? തീരെ വേദനയില്ലാന്നൊന്നും ഞാൻ പറയില്ല. ആ. പക്ഷെ നമ്മളിവിടെ ഒരു നമ്മിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സ്പ്രേയും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ആ പെയിൻ ഉണ്ടാവത്തില്ല. പക്ഷെ കുത്തുന്ന ആ ഒരു സെൻസേഷൻ ഉണ്ടാവും. ഓ, അത് സഹിക്കാം. അല്ല മേഡം, ഈ PRP GFCയിൽ ഏതായിരിക്കും കുറച്ച് ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്? കാരണം ഈ പിയാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ, അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ആവുന്നത് ഏതായിരിക്കും ഇതിനകത്ത് നല്ലത്? ബെറ്റർ ആൻഡ് ഫാസ്റ്റർ റിസൾട്ട്സ് എപ്പോഴും GFC ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിലാണ് എപ്പോഴും ഫാസ്റ്റർ റിസൾട്ട്സ് വരുന്നത്. അത് മതി. അപ്പൊ ഈ PRP GFC എന്ന് പറഞ്ഞാൽ ഹെയറിനുള്ള ട്രീറ്റ്മെന്റ് ആണോ? ഹെയറിന് മാത്രമല്ല നമ്മൾ ഫേസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓ. നമ്മള് ആക്നെ സ്കാർസ് അല്ലെങ്കിൽ ഫേഷ്യൽ റീജുവിനേഷന് വേണ്ടിയിട്ട് നമ്മൾ PRP GFC യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഇതിൽ മോസ്റ്റ്ലി നമ്മൾ മൈക്രോനെയിലിംഗ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ മേഡം, ഞാനേ ബുക്ക് ചെയ്തിട്ട് പോട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. ഓക്കെ. അപ്പൊ ശരി, കാണാം.